അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിൽക്ക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളിതിൽ മുട്ട ബട്ടർ ഒന്നും ചേർക്കണില്ല. അതുപോലെ തന്നെ നമ്മൾ ഓവൻ ഇല്ലാണ്ട് സ്റ്റവ് ടോപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ട്യൂട്ടി ഫ്രൂട്ടി ബ്രെഡ്, മിൽക്ക് ബ്രെഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ആയിട്ട് തന്നെ നിങ്ങൾ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മറ്റ് റെസിപ്പികളൊക്കെ നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ നിങ്ങൾക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 5 ടേബിൾ സ്പൂൺ അത്യാവശ്യം മധുരമുണ്ട്. ഇനി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 6-7 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. ഈ കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോൾ കുറച്ചൊരു വാനിലൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡിന് നല്ലൊരു യെല്ലോ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കസ്റ്റർഡ് പൗഡർ ചേർക്കുകയാണെങ്കിൽ. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം, ഈസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് ടു 1 കപ്പ് വരെ വേണ്ടി വരും, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് എടുത്തിട്ട് ഒഴിച്ച് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എടുത്തിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കരുത്, പാലിൽ തന്നെ നിങ്ങൾ മാവ് കുഴച്ചെടുക്കണം. അതുപോലെ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈസ്റ്റ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. കുറച്ച് പഞ്ചസാരയും ചൂടുവെള്ളത്തിലല്ല പാലിൽ തന്നെ നിങ്ങൾ പൊങ്ങാനായിട്ട് വെച്ചിട്ട് ആ പാല് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം. ബട്ടർ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ ഉപയോഗിക്കാണ്ടാണ് ഈ ബ്രെഡ് ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്തുള്ളതിൽ ഗ്രീൻ കളർ ഇല്ല കേട്ടോ. ഗ്രീൻ കളർ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതിൽ റെഡും യെല്ലോയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. നമുക്ക് ഓവന് വേണമെന്നൊരു നിർബന്ധമില്ല. അതുപോലെ മുട്ട കഴിക്കാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡാണിത്. നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ പാലിൽ തന്നെ ഇത് ചെയ്തെടുക്കുക കേട്ടോ, വെള്ളത്തിൽ കുഴച്ചെടുക്കരുത്. അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലൊന്ന് കയ്യിൽ പുരട്ടിയിട്ടാണ് ഞാനിതൊന്ന് ബോളാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഇത് പൊങ്ങാനായിട്ടൊന്ന് അടച്ചിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി കിട്ടും. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം ചിലപ്പോൾ വെക്കേണ്ടി വരും. ഇതിൽ ഡബിൾ സൈസ് ആവുന്ന വരെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2.5 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. നന്നായിട്ട് തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവ് നന്നായിട്ട് പൊങ്ങിയാൽ മാത്രമേ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് വേവുള്ളൂ, ബേക്കായി വരുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇനി ഇത് ഞാൻ 2 പീസാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ 1 പീസാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് അങ്ങോട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ 2 എണ്ണം ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ലോഫ് ടിന്നാണ് 2 ലോഫ് ടിൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബ്രെഡിൻ്റെ ടിന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2 പാർട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതിൽ തന്നെ മുഴുവനായിട്ട് മാവ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല നിറഞ്ഞിട്ട് നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ചെറുതാക്കിയിട്ട് 2 ഇതിലായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ടിന്നിലൊന്ന് പരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആവുന്ന രീതിയിൽ പരത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ 2 ടിന്നും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ പൊങ്ങാനായിട്ട്.
അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മളിപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് പാലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ പാലിന് പകരം നിങ്ങൾക്ക് മുട്ട വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുട്ട ഇതിൽ ചേർക്കാത്തതുകൊണ്ട് മുട്ടൻ്റെ ഒന്നും തന്നെ ഞാൻ അതിൽ ചേർക്കണില്ല. അപ്പോൾ പാൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് മുകളിലാണെങ്കിലും പാൽ തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാലും മുട്ടയൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പാത്രം ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകൾക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് 2 ടിന്ന് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പാത്രത്തിൽ ഒരു ടിന്ന് മാത്രമേ കയറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് മാത്രം വെച്ചിട്ട് മറ്റത് പിന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മാത്രം വെച്ചിട്ട് മറ്റത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു 25 മിനിറ്റ് നമ്മൾ അടച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള പാത്രത്തിലാവണം നമ്മൾ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു 25 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ 2 ടിന്നും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റൊന്ന് ഞാൻ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് കരിഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ടിന്നിലാണെങ്കിൽ നല്ല ഹൈറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ 2 ടിന്നിലായിട്ട് ചെയ്തുകൊണ്ടാണ് കുറച്ച് ഹൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഞാനിതൊന്ന് മുറിച്ചിട്ടും കൂടെ കാണിക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രെഡാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം, ജാമിൻ്റെ ഒന്നും ആവശ്യമില്ല. മക്കൾ ഇങ്ങനെ തന്നെ കഴിച്ചോളും. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ ജാമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. പാലിൻ്റെ കൂടെയൊക്കെ അവർക്ക് വൈകുന്നേരമൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അതുപോലെ എൻ്റെ മറ്റു റെസിപ്പികളൊക്കെ കണ്ട് നോക്കുക കേട്ടോ. ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.